നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വിടല്ലേ? പിടിക്കവിടെ വിടില്ല അവനെ. കിട്ടിയല്ലോ. സാരമില്ല, അവനെന്തായാലും രക്ഷപ്പെടാനൊന്നും പോലില്ല. ക്യാമറ ഇല്ലാത്ത റോഡൊന്നുമല്ലല്ലോ നമ്മുടെ കേരളം. എന്തായാലും കുട്ടിയെ കിട്ടിയല്ലോ. ആളിയും ധൈര്യമായിട്ടിരിക്കും. ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. അവനെ ഞാൻ പിന്നെടുത്തോളാം. വാ. സംശയം എന്താ? ഇതിന്റെ പിന്നിൽ അവള് തന്നെ. അല്ലെങ്കിൽ പിന്നെ മോളുടെ മുറി തൊട്ടിൽ കിടന്ന കൊച്ച് നിന്ന നിപ്പിൽ എവിടെ പോകാനാ? വായുവിൽ അലിഞ്ഞു പോയോ? അതോ വല്ല അന്യഗ്രഹ ജീവികളും വന്ന് തട്ടിക്കൊണ്ടുപോയോ? ഇത് തന്നെ. മോള് കേസ് കൊടുത്ത് എല്ലാ അർത്ഥത്തിലും കൊച്ചിനെ സ്വന്തമാക്കുന്ന തോന്നിയപ്പോ അവളങ്ങ് കൊച്ചിനെ കടത്തി. ആദ്യം അതിന് കൂട്ടി നിൽക്കുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? അതിന് ആദ്യമോൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ഇതിപ്പോ അവളും അവിടെ തള്ളയും ചേർന്ന് കളിക്കുന്ന കളിയാ. മോളെന്താ പറഞ്ഞേ? ആ തള്ള ഇപ്പൊ മോളുടെ പക്ഷത്തായെന്നോ? എന്റെ മോളെ, ഇതൊക്കെ അവരുടെ നമ്പർ അല്ലേ? അന്ന് ചുമ്മാതെ കൊച്ചിനെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ നിയമപരമായി എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഗുലുമാരെല്ലാം ഉണ്ടാക്കി വെച്ചത് ആ തള്ളി ഒറ്റ വരുത്തിയല്ലേ? പിന്നെ മോള് കൊച്ചിനെ തിരിച്ചു വെച്ചപ്പോ അവരിവിടെ വന്നു കിടന്ന് എന്തൊരു പ്രകടനമായിരുന്നു. ആ പെണ്ണുമ്പോൾ ഒറ്റയടിക്ക് ഇങ്ങനെ മാറണമെങ്കിലേ മോള് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇതിന്റെ പിന്നിൽ എന്തോ ഒരു ഗൂഢാലോചന ഇല്ലേ? ആ പദ്ധതിയാ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. അതേ മോളെ, തള്ളയുടെ പ്ലാനിങ്ങും മോളുടെ ഗംഭീര അഭിനയവും അതാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. മോളിതെങ്ങോട്ടാ? ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. കേട്ടിടത്തോളം തന്നെ ധാരാളം. കൊല്ലണ്ട, പേടിപ്പിച്ചാ മതി. അവള് കിടുകിട പറച്ചോട് സത്യം പറഞ്ഞു. ഒരു പാര സക്സസ് ആയപ്പോ എന്തൊരു മനസ്സമാധാനം. മതി നീ അഭിനയിച്ചത്. അഭിനയിക്കുന്നത് നിങ്ങളല്ലേ, ഞാനല്ല. നീ നിന്റെ തള്ളയോ? വെറുതെ എന്റെ അമ്മ പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്നാണോ നിന്റെ വിചാരം? നല്ല പിള്ള ചമഞ്ഞ് എന്നോട് ലോഹ്യം കാണിച്ചു നിന്നിട്ട് എന്നെ ചതിക്കായിരുന്നില്ലേടി നിന്റെ അമ്മ? അതേടി, കൊച്ചിനെ നീ അറിയാതെ എനിക്ക് വിട്ടുതരാന്ന് നിന്റെ അമ്മ എനിക്ക് വാക്ക് തന്നതാ. അവര് പറഞ്ഞിട്ടാ അന്ന് കോടതിയിൽ കാണിക്കാൻ കൊച്ചു നിന്റെ കയ്യിൽ സുരക്ഷിതയല്ലെന്ന് ഞാൻ തെളിവ് വരെ ഉണ്ടാക്കിയത്. ഞാൻ പറയണ്ടല്ലോ, എല്ലാം നിനക്കറിയാലോ. നീയും അവരും കൂടി ഉണ്ടാക്കിയ പദ്ധതിയല്ലേടി ഇത്. നീ എന്താ വിചാരിച്ചത്? എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ? അടിപൊളി, അങ്ങോട്ട് തകർത്ത് കേറുമോളെ. എടി, നീ ഉടായിപ്പാണെങ്കിൽ അതിന്റെ 1000 ഇരട്ടി ഉടായിപ്പാടി ഞാൻ. ഇതുപോലെ ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചു തന്നെയാ ഞാൻ ഇവിടെ വരെ വന്നത്. നിന്നിട്ട് തള്ളയെ വിളിച്ച് പറ എത്രയും പെട്ടെന്ന് എന്റെ കുഞ്ഞിനെ എവിടെ കൊണ്ടുവന്ന് തരാൻ. അല്ലെങ്കിൽ അവരുടെ കളക്ടർ പണി ഞാൻ തീർപ്പിക്കും. എടി, ഞാൻ അങ്ങോട്ട് ഇറങ്ങി ഏതെങ്കിലും ഒരു ഓൺലൈൻ ചാനലുകാരനെ വിളിച്ച് ഈ വാർത്ത അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ, പൂരപ്പടക്കം പോലെ അതങ്ങോട്ട് കത്തിക്കയറും. കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ മുഖ്യപ്രതി IAS കാരി. എന്താ, ഞാനങ്ങോട്ട് തുനിഞ്ഞിറങ്ങട്ടെ? ഞാൻ തുനിഞ്ഞിറങ്ങിയാലും കത്തിക്കയറും. കുഞ്ഞിനെ അപ്രത്യക്ഷയാക്കിയ കേസിലെ മുഖ്യപ്രതി IPS കാരന്റെ ഭാര്യ. എന്താ, ഞാനും ഇറങ്ങട്ടെ? ഇറങ്ങടേ, രണ്ടുകൂടി ഇറങ്ങ. എന്നിട്ട് നാട് മുഴുവൻ പറഞ്ഞ് നാറ്റിക്ക്. ചെമ്പകശ്ശേരിയിലെ പുതിയ വിശേഷങ്ങൾ ലോകം മുഴുവനും അറിയട്ടെ. എന്നിട്ട് എല്ലാം നാറ് നശിക്കട്ടെ. നിനക്കൊക്കെ സമാധാനം ആകുമല്ലോ.
ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,